രതീഷ് വന്നത് വീട്ടുകാർക്കൊരു പാരയാവോ? കാരണം വീട്ടുകാർ ഫുള്ള് പ്ലാനിങ് ആണ്. രതീഷ് കണ്ടസ്റ്റൻ്റ് ആണോ വൈൽഡ് കാർഡ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രതീഷിനെ ഇവിടെ നിന്നും പുറത്താക്കണം, ചവിട്ടി എറിയണം. ഫുൾ പ്ലാനിങ് ആണ്. ശരിക്കും രതീഷ് കളി തുടങ്ങി വെച്ചിരിക്കുകയാണ്. രതീഷ് വൈൽഡ് കാർഡ് ആണോ അതോ ഇനി ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ എല്ലാവരെയും ആക്റ്റീവ് ആക്കാൻ ചെയ്യുന്നതാണോ? എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ലൈവിൽ രാവിലെ മുതൽ രതീഷ് ഇന്നലെ മുതൽ ചെറിയ രീതിയിലുള്ള കളികളൊക്കെ ഇറക്കുകയും നുറുക്ക് വിദ്യകളും ജിൻഡോയുടെ കൂടെ നിൽക്കുകയും ചെറിയ രീതിക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ കുത്തുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് സംശയം, എല്ലാവർക്കും സംശയമുണ്ട്. രതീഷ് കണ്ടസ്റ്റൻ്റ് ആണോ അതോ ഗസ്റ്റ് തന്നെയാണോ? അല്ല, ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് രതീഷിനെ ഇങ്ങനെ കയറ്റി വിട്ടത്? എന്തായിരിക്കും രതീഷ് വരാനുള്ള ഒരു കാര്യം? രതീഷിന് ഇവിടെയുള്ള പർപ്പസ് എന്താണ്? ഇതൊക്കെ ചിന്തിക്കുകയാണ്. സിജോയും രതീഷും കൂടി രാവിലെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരു വ്യാജ ഫൈറ്റ് ഉണ്ടാക്കി ആ ഫൈറ്റ് വഴി വീടിനെ ഒന്ന് ഉണർത്തി എല്ലാവരും ആക്റ്റീവാക്കി കൊണ്ടുവരിക. എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, സ്കിറ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷേ ഇതല്ല ബിഗ് ബോസിൻ്റെ ഗെയിം എന്നാണ് രതീഷും സിജോയും കൂടി പറയുന്നത്. അത് ശരി തന്നെയാണ്. നമ്മൾ കണ്ടതിൽ വെച്ചിട്ടറിയാം, ഈ സീസൺ 5 എണ്ണം കഴിഞ്ഞ് പോയതില്ല, അല്ലെങ്കിൽ 6ാമത്തെ ഇപ്പം നടക്കുന്നതിൽ ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഷോക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ സീസൺ 6ലെ കണ്ടസ്റ്റൻസ് ആണ്. സ്കിറ്റ്, പാട്ട്, ഡാൻസ് ഒക്കെ ഇവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു, അതിന് മുന്നത്തെ സീസണിലുള്ളത്. അപ്പോൾ ഇത് ഇവർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന എൻ്റർടൈനിങ് എല്ലാം പ്ലസ് എപ്പിസോഡ് ബിഗ് ബോസ് പ്ലസ്സിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അതെല്ലാം നല്ല കാര്യം. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റിയൽ ഗെയിം ഓഫ് ബിഗ് ബോസ് എന്ന് പറയുകയാണ് രതീഷും സിജോയ്ക്കും. അപ്പോൾ അവർ തമ്മിലൊരു വ്യാജ ഫൈറ്റിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് നേരെ ബാക്കിയുള്ളവർ കാണുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് വീട്ടുകാരുടെ ഉള്ളിൽ ഇങ്ങനെ ചർച്ചയാവുന്നുണ്ട്. പിന്നീട് ശ്രീരേഖ ശരണ്യ എടുത്ത് പറയുന്നുണ്ട്, ഇയാൾ കണ്ടസ്റ്റൻ്റ് ആണോ ഗെയിമർ? കണ്ടസ്റ്റൻ്റ് എന്നുള്ള വേർഡ് ആരും മിണ്ടുന്നില്ല, ഗെയിമർ ആണോ? അപ്പോൾ അഥവാ ഇനി ലാൽ സാറ് വന്നിട്ട് ചോദിക്കുമോ ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾ ഇവിടെ നിൽക്കണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് നമ്മൾ പറയുക? നിർത്തണമെന്ന് പറയണോ അതോ പറഞ്ഞു വിടണമെന്ന് പറയണോ? പറഞ്ഞു വിടണമെന്ന് തന്നെ പറയാം. സായിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രീരേഖ ശരണ്യ എടുത്ത് പറയാണ്. മറുവശത്ത് ചർച്ച നടക്കുകയാണ്. അർജുനും അപ്സരയും സിജോയും കൂടി ഇയാൾ ഗെയിമർ ആയിട്ടാണോ വന്നത്? അപ്പോൾ സിജോ പറയണേ, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല, പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിങ് രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെറിയൊരു സംശയം ഇല്ലാതില്ല, ആ ഒരു ലെവലിലാണ് എല്ലാവരും. അപ്പം അർജുൻ പറയണം, അങ്ങനെയാണ് വന്നതെങ്കിൽ ഇനിയിപ്പോൾ ജയിക്കാനൊന്നും പോകുന്നില്ല, ഓടും, എത്ര നാളോടും, ഓടത്തില്ല. രതീഷ് ഇതേ സമയം ടണൽ റൂമിൽ അഭിഷേക്, ശ്രീകുമാർ, നന്ദന, നോറ, ഋഷി ഇവരൊക്കെ ഇരിക്കുന്നിടത്ത് പോയിരുന്നിട്ട് പറയാണ്, ഇവിടെ ആക്റ്റീവ് ആക്കാനാണ് ഞാൻ വന്നത്. നിന്നെ കയറ്റിവിട്ട അതേ ടീം തന്നെയാണ് എന്നെയും കയറ്റിവിട്ടത്. ഞാൻ എന്ത് സമാധാനം പറയും? ഇവിടെ ആക്റ്റീവ് ആക്കിയില്ല. ഞാനൊരു ഗസ്റ്റാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിഷമം എൻ്റെ അടുത്ത് പറയാം. ഋഷി, നീ ഇവിടെ 50 ദിവസം നിന്നു, എന്തോന്ന് ചെയ്തോ? നീ വല്ലതും ചെയ്താ? ശരിക്കും ചലഞ്ചർ വന്ന് പെരുമാറും പോലെയാണ് രതീഷ് പെരുമാറുന്നത്. പക്ഷേ വീട്ടുകാർ ഫുള്ള് നോക്കുമ്പം ഇത് ചലഞ്ചറാണോ ഗസ്റ്റാണോ കണ്ടസ്റ്റൻറ്റ് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റ് ആണോ? അവർക്ക് മൊത്തം കൺഫ്യൂഷനാണ്. പക്ഷേ രതീഷ്, ഞാൻ പറയുന്ന രതീഷിനെ കണ്ടസ്റ്റൻ്റ് ആക്കണം. ഈ ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു കാരണവശാലും ആക്കാൻ പറയത്തില്ല. കാരണം ശ്രീരേഖ പറയുന്നുണ്ട്, രതീഷ് അന്നും ഇന്നും എന്നും അതേ രതീഷ്, സ്വഭാവത്തിന് ഒരു മാറ്റമല്ല. ഞാൻ മാറി എന്ന് രതീഷ് പറയുന്നുണ്ട്. അത് നമുക്കല്ലേ തോന്നാനുള്ളത് രതീഷ് മാറി എന്നുള്ളത്, അല്ലാതെ രതീഷല്ലല്ലോ പറയാനുള്ളത്. അപ്പോൾ രതീഷ് അന്നും ഇന്നും അതേ ആൾ തന്നെ. അതുകൊണ്ട് രതീഷിനെ ഇവിടെ നിന്ന് പോകണം. സാറ്റർഡേ ലാൽ സാർ വരുമ്പോൾ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, സായിയൊക്കെ അങ്ങനെ പറയുള്ളൂ എന്ന് പറയാണ്. പിന്നീട് സായി, സിജോ, അഭിഷേക്, ശ്രീകുമാർ, അർജുൻ ഇവരൊക്കെ ഇരിക്കുന്നിടത്ത് സംസാരം. സായി പറയണം, ഇയാൾ ഗെയിമറായിട്ടാണോ വന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു ഗെയിമർ എന്നുള്ള ലെവലിൽ ഒരാൾ പുറത്ത് പോകണം എന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുള്ളൂ. എന്നാൽ അപ്പോൾ രതീഷിനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വെളിയിലാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഞാൻ പറയുന്നത് രതീഷിനെ കണ്ടസ്റ്റൻ്റ് ആക്കണം. ട്വിസ്റ്റ് വരും, പക്ഷേ ഇത് നമുക്കൊന്നും പിടികിട്ടുന്നില്ല രതീഷ് കണ്ടസ്റ്റൻ്റ് ആണോ വൈൽഡ് കാർഡ് ആണോ എന്നുള്ളത്. കാരണം രതീഷ് ബാത്റൂം ഏരിയയുടെ മിററിൽ പോയി നിന്നിട്ട് അവിടുത്തെ ക്യാമറ നോക്കിയിട്ട്, ബിഗ് ബോസ് ഞാൻ ചെയ്യുന്നതെങ്കിൽ തെറ്റുണ്ടെങ്കിൽ പറയണം, ഞാൻ ഇവിടെ ആക്റ്റീവ് ആക്കാനാണ് ഞാൻ നോക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ പറയണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു രതീഷിൻ്റെ അടുത്ത് പോലും ഒരു പക്ഷേ ഗസ്റ്റ് ആണെന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ പിന്നീട് കണ്ടസ്റ്റൻ്റ് ആക്കുമായിരിക്കാം. ആക്കിയാലേ കൊള്ളാവൂ. കാരണം സിജോ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ 17 പേരുണ്ട്, 18 പേരുണ്ട്, വീണ്ടും ഇത് 17 ആവും. ഒരു എവിക്ഷൻ നടക്കുമ്പോൾ വീണ്ടും ഈ രതീഷിനെ കൂടെ പിടിച്ച് ആടുകയാണെങ്കിൽ വീണ്ടും 17 പോലെ ആവും. അപ്പോൾ എന്താണെന്ന്, പക്ഷേ എന്തായാലും 100 ദിവസത്തിൽ നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. 100 ദിവസത്തിൽ നിൽക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇത് അതിനേക്കാൾ കൂടുതൽ ദിവസം ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. ഇന്ന് ടാസ്ക് ആണ്.
ഒരു അടിപൊളി ടാസ്ക്കാണ് വരാനിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റുകൾ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.